18 വയസ്സുവരെ എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ഒരു കുട്ടി കേംബ്രിഡ്ജ് സർവകലാശാലയുടെ 800 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചു. എന്നാൽ ആ ചരിത്ര നേട്ടത്തിന് പിന്നാലെ വെറും 41-ാം വയസ്സിൽ സൗത്ത് ലണ്ടനിലെ ഒരു ഫ്ളാറ്റിൽ അദ്ദേഹത്തെ ജീവനറ്റ നിലയിൽ കണ്ടെത്തി. ഇത് വെറും ഒരു മരണമല്ല, അക്കാദമിക് ലോകത്തെ ആസൂത്രിതമായ ഒരു വംശീയ വേട്ടയാടലിന്റെ കഥയാണ്. സൗത്ത് ലണ്ടനിലെ ബാറ്റർസിയിലുള്ള ഒരു ചെറിയ ഫ്ളാറ്റിൽ ആഗസ്റ്റ് 14 ഉച്ചയ്ക്ക് ശേഷം പോലീസ് എത്തുമ്പോൾ 41-കാരനായ പ്രൊഫസർ ജെയ്സൺ ആർഡെ ജീവനറ്റ നിലയിലായിരുന്നു. കേംബ്രിഡ്ജ് സർവകലാശാലയുടെ 800 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച മനുഷ്യനായിരുന്നു ഇത്. പ്രൊഫസർ ജെയ്സൺ ആർഡെ വെറും 37-ാം വയസ്സിൽ കേംബ്രിഡ്ജിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനായ പ്രൊഫസറായി ചുമതലയേറ്റ ആഫ്രിക്കൻ വംശജൻ. എന്നാൽ ആ ചരിത്ര നിയമനം നടന്ന് 3 വർഷം തികയും മുമ്പ്, അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 14 വെള്ളിയാഴ്ച സൗത്ത് ലണ്ടനിലെ ഒരു ഫ്ളാറ്റിൽ ജെയ്സനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മരണത്തിൽ സംശയാസ്പദമായി ഒന്നുമില്ലെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ജെയ്സണിൻ്റെ കുടുംബം പത്രസമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് മറ്റൊന്നാണ്. ഇത് വെറും ഒരു മരണമല്ല. കേംബ്രിഡ്ജിലെ പദവി ഏറ്റെടുത്ത നാൾ മുതൽ കഴിഞ്ഞ 3 വർഷമായി ജെയ്സൺ നേരിട്ട ക്രൂരമായ വ്യക്തിഹത്യയുടെയും ആസൂത്രിതമായ മാനസിക വേട്ടയാടലിൻ്റെയും ഫലമാണ്. കേംബ്രിഡ്ജിൽ നിന്ന് രാജിവെച്ച് വെറും 9 ദിവസങ്ങൾക്കുള്ളിലാണ് ജെയ്സന്റെ ദാരുണമായ മരണം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു അക്കാദമിക് പണ്ഡിതനെ മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്താണ്? ഇത് കേവലം അക്കാദമിക് ലോകത്തെ സാങ്കേതിക തർക്കമാണോ, അതോ വെള്ളക്കാരൻ്റെ വംശീയ കാടത്തത്തിൻ്റെ ഇരയോ? ജെയ്സന്റെ കഥ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നടന്നു കയറിയ വഴികൾ നമ്മൾ അറിയണം. കാരണം അത് സാധാരണ ഒരു യാത്രയായിരുന്നില്ല. ലണ്ടനിലെ ക്ലാപ്പാമിൽ ആഫ്രിക്കൻ കുടിയേറ്റക്കാരായ മാതാപിതാക്കളുടെ മകനായിട്ടാണ് ജെയ്സൺ ജനിക്കുന്നത്. 3-ാം വയസ്സിൽ ഓട്ടിസം സ്ഥിരീകരിച്ചു. 11 വയസ്സുവരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. ചിന്തിച്ചു നോക്കൂ, 18 വയസ്സുവരെ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു കുട്ടി, എല്ലാവരും വഴിയിൽ വീണുപോകുമെന്ന് കരുതിയ ഒരു പയ്യൻ, സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം വിദ്യാഭ്യാസം നേടി സോഷ്യോളജിയിൽ PhD പൂർത്തിയാക്കി. ഒടുവിൽ 2023-ൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കറുത്ത വർഗ്ഗക്കാരനായ പ്രൊഫസറായി മാറുന്നു. ലോകം അദ്ദേഹത്തെ ആഘോഷിച്ചു, പ്രതീക്ഷയുടെ പ്രതീകം എന്ന് വിളിച്ചു. പക്ഷേ ആ വിജയം അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ ചിലർക്ക് കഴിയുമായിരുന്നില്ല. കാര്യങ്ങൾ മാറിയത് വളരെ പെട്ടെന്നാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി UK പ്രമുഖ വലതുപക്ഷ പത്രങ്ങളും ചില അക്കാദമിക് ഗ്രൂപ്പുകളും ജെയ്സനെതിരെ തിരിഞ്ഞു. തുടക്കം അദ്ദേഹത്തിൻ്റെ PhD തീസിസിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ കോപ്പിയടിയുണ്ട് എന്ന ആരോപണം ഉയർന്നു. തൊട്ടുപിന്നാലെ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നു. അദ്ദേഹം തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിച്ചു. എന്നാൽ സത്യം എന്തായിരുന്നു? അദ്ദേഹം പഠിച്ച ലിവർപൂൾ ജോൺ മൂർസ് യൂണിവേഴ്സിറ്റി ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും PhD റദ്ദാക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷെ ചിലർക്ക് അത് പോരായിരുന്നു. തീവ്ര ആശയക്കാരനായ മുൻ കേംബ്രിഡ്ജ് ഗവേഷകൻ നഥാൻ കോപ്നാസിനെ പോലുള്ളവർ പരസ്യമായി രംഗത്തെത്തി. കേംബ്രിഡ്ജ് സർവകലാശാല വീണ്ടും പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചു. നാണംകെട്ട വിചാരണകൾക്കും നിരന്തരമായ സൈബർ ആക്രമണങ്ങൾക്കും ഒടുവിൽ ആഗസ്റ്റ് ആദ്യവാരത്തിൽ ജെയ്സൺ രാജി സമർപ്പിച്ചു. എനിക്കിനി ഈ അപമാനവും സമ്മർദ്ദവും താങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം എഴുതിവെച്ചു. രാജിവെച്ച് വെറും 9-ാം ദിവസം അദ്ദേഹത്തെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവിടെയാണ് നമ്മളൊരു പ്രധാന ചോദ്യം ചോദിക്കേണ്ടത്. ഇത് വെറും കോപ്പിയടി പ്രശ്നം മാത്രമായിരുന്നോ? അതോ ഒരു കറുത്ത വർഗ്ഗക്കാരൻ UK അക്കാദമിക് സിംഹാസനത്തിൽ ഇരിക്കുന്നതിൽ ചിലർക്കുള്ള അസഹിഷ്ണുതയായിരുന്നോ? UK ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കറുത്ത വർഗ്ഗക്കാരുടെ പങ്കാളിത്തം എത്രയാണെന്നറിയാമോ? വെറും വിരലിലെണ്ണാവുന്ന കറുത്ത വർഗ്ഗക്കാരായ പ്രൊഫസർമാർ മാത്രമേ കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഉള്ളൂ. അത്തരമൊരു വ്യവസ്ഥിതിയിലേക്ക് പാവപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് തൻ്റെ പോരായ്മകളെ അതിജീവിച്ച് ഒരു കറുത്ത വർഗ്ഗക്കാരൻ കടന്നു വരുമ്പോൾ അയാളെ സ്വീകരിക്കാൻ ആ വ്യവസ്ഥിതി തയ്യാറായിരുന്നില്ല. വെളുത്ത വർഗ്ഗക്കാരായ പണ്ഡിതന്മാർ തെറ്റുകൾ വരുത്തുമ്പോൾ അത് സാങ്കേതിക പിഴവുകൾ മാത്രമായി കാണുന്ന മാധ്യമങ്ങൾ ജെയ്സൺ ആർഡെയുടെ കാര്യത്തിൽ അതിനെ ഒരു വലിയ തട്ടിപ്പായി ചിത്രീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ ഓട്ടിസം രോഗത്തെയും വ്യക്തി ജീവിതത്തെയും വരെ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കി. കുടുംബം പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇത് വംശീയമായി അടിച്ചമർത്താനുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു. ഒടുവിൽ അവർ ആ ജീവനും എടുത്തു. എന്തുകൊണ്ട് ഈ സംഭവം ലോകം ചർച്ച ചെയ്യണം? കാരണം ഇത് ജെയ്സൺ ആർഡെയുടെ മാത്രം കഥയല്ല. വംശീയതയും വിവേചനവും അതിജീവിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന അതിഭീകരമായ മാനസിക സമ്മർദ്ദത്തിൻ്റെ ഉദാഹരണമാണിത്. ഇതിനെ അക്കാദമിക് ലോകത്ത് ഹൈപ്പർ സ്ക്രൂട്ടിനി എന്ന് വിളിക്കും.
അതായത് മറ്റുള്ളവരെക്കാൾ 1000 മടങ്ങ് കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുക, ഒരു ചെറിയ തെറ്റ് പോലും വലിയ കുറ്റമായി കാണിക്കപ്പെടുക. തങ്ങളുടെ വംശീയമായ മുൻവിധികളെ മറച്ചുവെക്കാൻ അക്കാദമിക് നിലവാരം, കോപ്പിയടി എന്നൊക്കെയുള്ള വാക്കുകൾ ആയുധമാക്കുകയാണ് ഇവിടെ ചിലർ ചെയ്തത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ അവർ പൊതുമധ്യത്തിൽ വിചാരണ ചെയ്ത് കൊല്ലുകയായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു വേള ജെയ്സൺ ആർഡെ എന്ന ഈ പ്രൊഫസർ ഒരു വെള്ളക്കാരനായിരുന്നുവെങ്കിലോ? ഒരുപക്ഷെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സർവകലാശാല അദ്ദേഹത്തിന് നിയമപരമായ സുരക്ഷിതത്വം നൽകുമായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ പോരാട്ടങ്ങളെ ആദരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് തിരിച്ചാണ്. ഈ മരണം കേംബ്രിഡ്ജിനും ബ്രിട്ടീഷ് സമൂഹത്തിനും മേൽ മായാത്ത അടയാളമായി ശേഷിക്കും. ഒരു മനുഷ്യനെ അവർ എങ്ങനെയൊക്കെ വേട്ടയാടിയെന്ന് ചരിത്രം അടയാളപ്പെടുത്തും. ലണ്ടൻ മേയർ പ്രസ്താവിച്ചതുപോലെ ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. സ്ഥാപനങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വംശീയതയും അപമാനിക്കലുകളും മനുഷ്യരെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിൻ്റെ തെളിവ്. ജെയ്സൺ ആർഡെ ഒരിക്കൽ എഴുതി, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രതീക്ഷയാകണം. തടസ്സങ്ങൾ എത്ര വലുതാണെങ്കിലും പോരാടാൻ അത് പ്രചോദനമാകണം. അതെ, വൈകല്യങ്ങളെ തോൽപ്പിച്ച് വംശീയ മതിലുകൾ തകർത്ത് ഉയർന്നു വന്ന ആ മനുഷ്യൻ ഒടുവിൽ മാധ്യമ വേട്ടയാടലിന് മുന്നിൽ കീഴടങ്ങിയിരിക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ അക്കാദമിക് ലോകത്തിൻ്റെ മനസാക്ഷിയെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യനെ ജീവനോടെ കൊല്ലാൻ തോക്കുകൾ തന്നെ വേണമെന്നില്ല. നിരന്തരമായ അപവാദ പ്രചാരണങ്ങളും മാധ്യമ വിചാരണകളും മാത്രം മതി എന്നീ മരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.